Hey guys, let's go to Gundalpet. Chess number 1, chess number 2. എന്താല്ലേ നടപ്പ് ആഹാ. ഞങ്ങളങ്ങനെ നേരെ വിട്ട് ഗുണ്ടൽപേട്ടത്തെ അടിപൊളി ഒരു ആംബിയൻസ് കണ്ടപ്പോൾ നിർത്തിയാണ്. നിറയെ താമരയുള്ള ഒരു പാടം, പക്ഷെ താമര പറിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഒരു വൈബിന് ചെയ്തതായിരുന്നു, വെള്ളം വന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സൗണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഒരു ചെറിയ സൂര്യകാന്തി പടം കണ്ടെത്തി. ഞാൻ ഇതൊരു തുടക്കമാകുന്ന പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് യാത്ര പോയത്. അതിൻ്റെ കഥ വേറെ. ഇവിടെ ഒരു 100 സൂര്യകാന്തിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ വളരെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആണ്. അൺഹെൽത്തി പ്ലാന്റ്സ്, വളരെ ചെറിയ പൂക്കളാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഡിസ്പ്ലേക്ക് വെച്ചതാണെന്ന് തോന്നുന്നു. ആൻഡ് അവിടെ ഒരാൾക്ക് 20 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. നമ്മൾ റീലിലൊക്കെ കാണുന്ന വഴിയില്ലേ, ഗ്രാമത്തിലൂടെയുള്ള വഴി. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സൈഡിലായിട്ട് പുഴകളും കൃഷിപ്പാടങ്ങളും എല്ലാം ആയിട്ട്. ആൻഡ് നേരെ മുന്നിലേക്ക് നോക്കിയാൽ നല്ല മലനിരകളും കാണാം. ആൻഡ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഈ ഗോപാലസ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുന്ന റൂട്ടാണിത്. KSRTC ബസ്സിലാണ് അവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റുക. ഒരാൾക്ക് 70 റുപ്പീസാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. ആൻഡ് ആ വൈബ് പറയാതിരിക്കാൻ വയ്യ. ഈ യാത്ര ഞങ്ങൾ സൂര്യകാന്തി പാടം ലക്ഷ്യമിട്ട് പോയതാണെങ്കിലും ദ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അത്രയും ഹിൽ ടോപ്പിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോടയും മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. അത്രയ്ക്ക് തണുത്ത കാറ്റും. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ മസനഗുഡി വഴിയാണ് യാത്ര തിരിച്ചത് നാട്ടിലേക്ക്. അപ്പോഴേക്കും ഫോൺ ഓഫായി പോയി ഗൈസ്.